ബ്രിട്ടീഷുകാർ നമ്മളെ മലപ്പുറത്താരെ പൂട്ടിയിട്ട് കൊന്ന ലോക്കപ്പ് അത് കണ്ടു നിങ്ങൾ. അന്നത്തെ പോലീസ് സ്റ്റേഷനും വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നേ സ്ഥലവും കണ്ടു നിങ്ങൾ. വാര്യംകുന്നത്തിനെ പൂട്ടിയിട്ട ലോക്കപ്പിന്റെ എന്നത്തെ അവസ്ഥ കണ്ടു നിങ്ങൾ. കാണാത്തോലെ കാണിച്ചാൻ ഇതാണ് വിട്ടൊടുക്കി എന്നിട്ട് നേരിട്ട് കാണാൻ പോയി. ഞാൻ കണ്ടത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പന്തല്ലൂരും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിക്ക് പോയാൽ മുടിക്കോട്. ഇവിടുത്തെ അങ്ങാടിയിലെ തന്നെ മുടിക്കോട് ജുമാ മസ്ജിദ് കാണാം. ഇതിനെ ചാരി പന്തല്ലൂർ വില്ലേജ് ഓഫീസ്. ഇവിടെ പുരാവസ്തു വകുപ്പ് പോലും തിരിഞ്ഞു നോക്കാതെ കറുത്ത താർപ്പായിട്ട് മൂടിയത്. വാര്യംകുന്നനെ പോലുള്ളവരെ ഒരു കാലത്ത് മലബാറിനും മലപ്പുറത്തിനും വേണ്ടി സായിപ്പിനോട് പോരാട്ടം നടത്തിയോലൊക്കെ കൊല്ലാൻ വേണ്ടി കുടിച്ചിട്ട ലോക്കപ്പും പോലീസ് സ്റ്റേഷനും ഇത് കാണാൻ ഒരു വഴിയുമില്ല, ഒരു ഗേറ്റുമില്ല. ആകളെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ വിടുവോ? മഞ്ചേരി കോടതിയിൽ IPC കലക്കി കുടിച്ച് ഇപ്പത്തെ ഭാരതീയ ന്യായ സംഹിത കലക്കി കുടിച്ചോണ്ട് നിൽക്കണേ യഹിയ വക്കീലും മൂസ വക്കീലും ഈ നാട്ടുകാരനായ CKM മുഹമ്മദ് മൗലവിനെ പരിചയപ്പെട്ട് മൂപ്പരെ ഒപ്പം കണ്ട് കൂട്ടി. ഈ മൗലവിന്റെ ഒപ്പാണ് നമ്മളെ പോക്ക്. മുടിക്കോട് പള്ളിപ്പറമ്പ് കൂടെ കരണ്ടുകാലുമ്പ കൂടെ ഞങ്ങൾ നടന്നങ്ങോട്ട് കയറി. റിസ്ക് ആണ് കേട്ടോ, വെരി വെരി റിസ്ക്. ചുറ്റിലും കാട് മൂടി കിടന്നിനെ ഈ സ്ഥലം വെട്ടി തെളിച്ചപ്പോൾ തെളിഞ്ഞു വന്നതാണ്. പടുത്ത കല്ലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇല്ലാതായ ഒരാളെ ഉയരത്തിലുള്ള ലോക്കപ്പിന്റെ വാതിൽ ഇതിന്റെ നെറുവിൽ വെച്ച കരിങ്കലിന്റെ കനം നോക്കി ഇതിമെന്നാണ് നമ്മളെ തുടക്കം. ഈ കല്ലുമെന്ന് ഇതിന്റെ കാലപ്പഴക്കം മനസ്സിലാവും. കൈകൊണ്ട് കൊത്തിയെടുത്ത ആ കല്ലിന്റെ ഒരു ഭാഗം ഇവിടെ പുറത്തുണ്ട്. ഇതൊന്ന് നോക്കി ഇന്നത്തെ കല്ലും അന്നത്തെ കരിങ്കല്ലും തമ്മിലുള്ള മാറ്റം. ഞാൻ ഈ ലോക്കപ്പിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കി. ഇപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഇത്ര പേടിപ്പിക്കുന്ന കോലത്തിലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇതിനെക്കാട്ടിലും പേടിയുണ്ടാവും. തേച്ച ചുമരിന്റെ കഷ്ണങ്ങളേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലിട്ട് അന്ന് ബ്രിട്ടീഷുകാർ ഇടിച്ച് ചോര തുപ്പിച്ചിട്ട് കൊന്നിട്ടുണ്ടെന്ന് വരെ ചരിത്രത്തിൽ പലരും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇടിമുറി എന്നൊരു പേരും കൂടി ഇങ്ങനത്തെ ലോക്കപ്പുകൾക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിനല്ലോ എന്ന് പറഞ്ഞറിഞ്ഞ് കേട്ടിട്ടോ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരുണ്ടെങ്കിൽ കമന്റിൽ എഴുതിട്ടോളി. നമ്മൾ പറഞ്ഞതായിട്ട് വെക്കണ്ട. ഓലൊക്കെ പുറത്തും ഞാൻ ഔത്തും. എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് പൂട്ട് പൊട്ടിച്ച് പുറത്ത് ചാടാന്ന് വിചാരിച്ചാല് പൂട്ട് കാണാൻ കിട്ടണ്ടേ? പൂട്ട് കിടക്കുന്നത് ഇതിന്റെ തൊട്ടുപുറത്ത് വേറൊരു കള്ളി ഉണ്ടാക്കി അതിന്റെ ഉള്ളിലാ. അന്നത്തെ സായിപ്പന്മാരെ എഞ്ചിനീയറിംഗ് മെത്തേഡ് അത് വല്ലാത്തതാട്ടോ. ഇന്നും തമിഴ്നാട്ടിലെ പല ജയിലുകളിലെ ലോക്കപ്പും ഇങ്ങനെയാണെന്ന് ഒപ്പം വന്ന വക്കീലന്മാര് പറഞ്ഞു. ലോക്കപ്പിന്റെ ബേക്കിലെ കാഴ്ച എങ്ങനെയാണ്? ഈ ചുമര് പടുത്തത് ഇങ്ങോട്ട് നോക്കി ചേരിച്ചിട്ടാണ്. അതിന്റെ ഗുട്ടൻസ് എന്താന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയില്ല. കാട്ടുവള്ളികളെ ഇടയിൽ കൂടെ വന്ന പോസ്റ്റുമ കൂടെ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ മൂസ വക്കീൽ ഒരൊറ്റ വിളി കേട്ടപാടെ ഞങ്ങൾ ഗീർ റിവേഴ്സ് കിട്ട് മൂപ്പരെടുത്തേക്കാണ് ചെന്ന്. അപ്പൊ വക്കീല് പറഞ്ഞു ഈ കാണുന്നത് തോടല്ല, ഇത് കനാലല്ല, ഇത് ആൾക്കാരെ കയറ്റി കൊണ്ടുവന്ന വയ്യാണ്. അപ്പൊ മൗലവി പറഞ്ഞു അപ്പുറത്ത് പുഴയാണ്. അങ്ങനെ മുടിക്കോട് പള്ളിന്റെ പടികൾ ഇറങ്ങി ഞങ്ങൾ ചെന്നപ്പം സംഗതി നേരാ. ഈ കാണുന്ന കടലുണ്ടി പുഴക്കൂടെ തോണിയിൽ അന്ന് മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ഈ കണ്ട ഒരാൾക്ക് കുഞ്ഞു നിൽക്കാൻ മാത്രം വൽപ്പള്ളേ ഇതിലിട്ട് വെള്ളം നിറച്ച് കൊന്നതാകുന്ന ഒരു കൂട്ടര് പറഞ്ഞു. മനുഷ്യന്മാരെ ജയിലിക്ക് കയറ്റലും ഇറക്കലും ഇതിൽ കൂടാവുന്നു വേറൊരു കൂട്ടര് പറഞ്ഞു. ഞാൻ ഈ കാണിച്ച ഈ ഇടിഞ്ഞ തോട് പോലുള്ള വീതി കുറഞ്ഞ ഇതിന്റെ മുകളിലൊക്കെ ഉള്ള സ്ലാബും കാര്യങ്ങളൊക്കെ പോയതാവും. ബ്രിട്ടീഷുകാരെ ക്രൂരത നോക്കുമ്പോൾ വെള്ളം നിറച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടാവും. നിങ്ങൾ അറിവ് ഈ വിഷയത്തിൽ എന്താന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ളത് കമന്റ് ബോക്സിൽ ഇട്ടോളിട്ടോ. എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ഏതായാലും ഈ ഒഴുകി പോണ പുഴ അത് കടലുണ്ടി പുഴ, അത് പോണത് മമ്പുറത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഖിലാഫത്ത്, പൂക്കോട്ടൂര്, മമ്പുറം, മലബാർ കലാപം ഈ സംഭവങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ അന്നത്തെ സംഭവങ്ങളെ ബന്ധിപ്പിക്കണേ ഒരു ചരിത്രം കൂടി ഈ പുഴക്ക് പറയാണ്ടാവും. ഈ മുടിക്കോട് പള്ളിപ്പറമ്പും പള്ളിയും അന്നത്തെ കാലത്ത് എത്ര മനുഷ്യന്മാരെ മരണവിളികൾ ഈ ഇടിമുറിയൊന്നും ഈ ലോക്കപ്പൊന്നും കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചരിത്രത്തിന്റെ ഭാഗമായ പണ്ടത്തെ പോലീസ് സ്റ്റേഷനും ഈ ലോക്കപ്പും ഇല്ലാതായി തുടങ്ങിയത്. അതിന്റെ മുന്നേ ഇതിനെ സംരക്ഷിക്കാൻ ഉറങ്ങാതെ നിൽക്കുന്ന ഓഫീസർമാരുള്ള ഏതെങ്കിലും പുരാവസ്തു വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ച ഞങ്ങളാരും മുന്നിൽ ഇറങ്ങിയില്ലെങ്കിൽ ഈ നാട്ടിലെ ചരിത്ര പോരാട്ടങ്ങളും ഖിലാഫത്തിന്റെ കാലത്തും വാര്യംകുന്നത്തും 1921 സിൽമേലും വരെ വന്ന ഈ ചരിത്ര സ്മാരകമായ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും അധിക കാലം ഉണ്ടാവില്ലാന്ന് ഉറപ്പിച്ച സ്കൂളും മദ്രസൊന്നും വരെ തൊള്ളേ തോന്നിയ പൈസക്ക് ടൂർ കൊണ്ടുപോകുന്ന ഒരു കാലാണിത്. പഠനയാത്ര എന്ന് പേരിട്ട് തൊള്ളേ തോന്നിയ പൈസയും വാങ്ങി നിങ്ങൾ ടൂർ കൊണ്ടുപോകുമ്പോൾ ചരിത്ര സ്ഥലങ്ങളും പഠനത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമായ വലിയൊരു അറിവ് നേരിട്ടറിയാൻ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പുരാവസ്തു വകുപ്പ് നിലനിർത്തിയാൽ വലിയൊരു പൈസക്ക് നമ്മളെ കുട്ടികളെ പുറനാട്ടിക്ക് പഠനയാത്ര എന്നുള്ള പേരിൽ കൊണ്ടുപോകുന്ന ആ ടൂറാണ് നിൽക്കും. ജാതി സ്ഥലങ്ങളൊക്കെയാണ് കണ്ടുപഠിച്ചേണ്ടി. ഏതായാലും ഇതൊക്കെ സ്കൂളിലൊക്കെ കേട്ടറിഞ്ഞ് പത്രത്തിലും ചരിത്ര ഏടുകളിലും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വായിച്ചറിഞ്ഞും മനസ്സിൽ നിറഞ്ഞു നിന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഈ പഴയ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും കണ്ടപ്പം ഒരു കാര്യം ഓർമ്മിക്കാതെ വയ്യ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളൊന്ന് ജീവിക്കണ ഈ ജീവിതത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയപ്പം ഷഹീദായോലും ഓലെ പേരും കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ ആര് നോക്കിയാലും നമ്മളൊന്നും മനസ്സിന്ന് മാറ്റാൻ ഓലെ കൊണ്ടൊന്നും കഴിയൂലാന്ന്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വിഷയത്തിലും ഈ സംഭവത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളി.